അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ തഹ്കാമു തജ്വീദിലെ 10ാമത്തെ പാഠം ഇന്നഹു കാന തവ്വാബ. ഉസ്താദെ, മസ്ജിദിൽ നിന്ന് മുഅദ്ദിൻ ഹയ്യ അലസ് സ്വലാ എന്ന് പറയുമ്പോൾ അവസാനത്തെ ഹാത്ത കേൾക്കുന്നില്ലല്ലോ. റാസി മോൻ ചോദിച്ചു. ഉസ്താദ്, ഹാ ഉല്ലമീർ, ഹാ ഉത്തനീസ്, ഹാ ഉസ്സഖത്ത് ഇങ്ങനെ പ്രധാനമായും 3 തരത്തിൽ ഹാ വരാറുണ്ട്. അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹായിനാണ് ഹാ ഉല്ലമീർ എന്ന് പറയുന്നത്. ഇന്നഹു കാന തവ്വാബ ഇൻദഹു ഇല്ലാ ബിഇദ്നി. പദങ്ങളെ മുഅന്നസ് ആക്കാൻ ഉപയോഗിക്കുന്ന ഹായിന് ഹാ ഉത്തനീസ് എന്നാണ് പേര്. ഇതിനെ ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ താ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയും ഉച്ചരിക്കുക. ഹയ്യ അലസ് സ്വലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാഹ്, റാളിയത്തം മർളിയ്യഹ്, അൽ ഖാരിഅത്തു മൽ ഖാരിഅ. 3ാമത്തെ ഒരിനം ഹാ കൂടിയുണ്ട്. കിതാബിയ, ഹിസാബിയ, മാലിയ, മാഹിയ, സുൽത്താനിയ പോലെയുള്ളവയുടെ അവസാനമുള്ളത് സക്കത്തിന്റെ ഹാവുകളാണ്. അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്ന ഈ ഹാവുകൾക്ക് സുക്കൂനായിരിക്കും. വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ് ഹാ ഉസ്സക്കത്തിൽ പാരായണം ചെയ്യേണ്ടത്. ഉദാഹരണം, ഹാ ഉത്തനീസ് നിഅമത്തല്ലാഹി അസ്സാനിയത സുഹഫം മുതഹറ റാളിയതം മർളിയ്യഹ് അന്നഫ്സുൽ മുത്മഇന്ന. ഹാ ഉല്ലമീർ വസാഖഹു അഹദ് അദാബഹു അഹദ് ലഹു ദിക്റ ഫഅതത് ബിഹി ഖൗമഹ അലൈഹി റിസ്ഖു. ഹാ ഉസ്സഖത്ത് കിതാബിയ, ഹിസാബിയ, മാലിയ, സുൽത്താനിയ, ലം യതസന്ന. ഇനി അതിന്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ആഷിർ ഇന്നഹു കാന തവ്വാബ. നസ്ലു ചേരുമ്പടി ചേർക്കുക. 1 ഹാ ഉല്ലമീർ, സി ആണ് ഉത്തരം, അദാബഹു അഹദ്. 2 ഹാ ഉത്തനീസ്, എ ആണ് ഉത്തരം, അൽ ഖാരിഅ. 3 ഹാ ഉസ്സഖത്ത്, ബി ആണ് ഉത്തരം, ലം യതസന്ന. ഇനി 2 നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1 അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹാ ഏത്? ഉത്തരം ഹാ ഉല്ലമീർ. 2 പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹായിന്റെ പേരെന്ത്? ഹാ ഉത്തനീസ്. 3 ഹിസാബിയ എന്നതിൽ ഏതു ഹാ ആണ് ഉള്ളത്? ഉത്തരം ഹാ ഉസ്സഖത്ത്. ഇനി 3ാമത്തെ വർക്ക് നുജീബ്, ഉത്തരം എഴുതുക. 1 പ്രധാനമായും 3 തരത്തിൽ ഹാ വരാറുണ്ട്. ഏതെല്ലാം? ഹാ ഉല്ലമീർ, ഹാ ഉത്തനീസ്, ഹാ ഉസ്സഖത്ത്. 2 ഹാ ഉത്തനീസ് തായി ഉച്ചരിക്കണം എപ്പോൾ? ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ. ചോദ്യം 3 ഹാ ഉത്തനീസ് ഹാ ആയി ഉച്ചരിക്കണം എപ്പോൾ? ഉത്തരം വഖഫ് ചെയ്യുമ്പോൾ. 4 ഹാ ഉസ്സഖത്തിൽ പാരായണം ചെയ്യേണ്ടതെങ്ങനെ? ഉത്തരം ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ്. 4ാമത്തെ വർക്ക് നഖ്റഉ സൂറത്തുൽ ആയാത്തിൽ ആതിയ വനക്തശിഫു മിൻഹാ ഹാ ഉല്ലമീർ വത്തനീസ് വസഖത്ത്. സൂറത്തിലെ ആയത്തുകൾ ഓതുക, അതിൽ നിന്ന് ഹാ ഉല്ലമീർ, ഹാ ഉത്തനീസ്, ഹാ ഉസ്സഖത്ത് കണ്ടെത്തുക. യൗമഇദിൻ തുറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. ഉദാഹരണം, അംസലത്തു ഹാ ഉല്ലമീർ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ഖുദൂഹു ഫഉല്ലൂഹു. അംസലത്തു ഹാ ഉത്തനീസ് ഫഹുവ ഫീ ഖൈശത്തിർ റാളിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. അംസലത്തു ഹാ ഉസ്സഖത്ത് വലം അദ്രി മാ ഹിസാബിയ ثم في سلسلة ذرعها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.